ഖജുരാഹോവിൽ ആകെ ആരാധനയുള്ള ഒരു ക്ഷേത്രമാണ് മാതംഗേശ്വര മഹാദേവ ക്ഷേത്രം. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഒരു വിശാലമായ തടാകത്തിൻ്റെ തീരത്താണ് ഖജുരാഹോവിലേക്കുള്ള പ്രവേശന മാർഗം ഉള്ളത്. 35 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താണ് ഇവിടേക്ക് പ്രവേശിക്കേണ്ടത്. ഇപ്പോൾ റോഡിൽ നിന്ന് ഖജുരാഹോ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ ശ്രമിച്ചത്. ഇതതിൻ്റെ എൻട്രൻസിൽ ചരിത്ര ആലേഖനം ചെയ്യുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ഒരു പനമരങ്ങളോട് കൂടിയ ഭംഗിയുള്ള ഒരു ഉദ്യാനം കടന്നു വേണം ഖജുരാഹോയിലെ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭാഗത്തേക്കെത്താൻ. അതിൻ്റെ നടവഴികളാണത്. ഇവിടെയുള്ള ടോയ്ലറ്റുകളും മറ്റും പുറമേക്ക് കാണാത്ത രീതിയിൽ പുൽത്തകിടിയാൽ വളരെ ഭംഗിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായൊരു ഉദ്യാനത്തിലൂടെ കടന്ന് ഈ കാണുന്നതാണ് എല്ലാം ശുചിമുറികളാണ്. വളരെ നല്ല ഭംഗിയുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഖജുരാഹോ ക്രിസ്തുവർഷം 950-നും 1050-നും ഇടയിൽ ചന്ദേല രാജവംശ രാജാക്കന്മാരാണ് ഖജുരാഹോവിലെ മിക്ക ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചത്. ചന്ദ്രവർമ്മൻ എന്ന ചന്ദേല രാജാവാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ. 12ാം നൂറ്റാണ്ടിൽ ഇവിടെ 20 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടന്നിരുന്ന 85 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. അതിൽ 6 ചതുരശ്ര കിലോമീറ്ററിൽ 20 ക്ഷേത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ. 7 നൂറ്റാണ്ടോളം വനത്തിനുള്ളിൽ കിടന്നിരുന്ന ഈ ക്ഷേത്രങ്ങളെ 1838 ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന TS ബൂത്ത് ആണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിച്ചൊരവസ്ഥയിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ബ്രിട്ടീഷുകാരാണ് റീബിൽഡ് ചെയ്ത് രണ്ടാമത് പുനഃസൃഷ്ടിച്ചത്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് ചിതറി കിടക്കുന്ന അവശിഷ്ടങ്ങൾ എടുത്തിട്ടാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ വിമാനത്തിൻ്റെ ഉൾവശമാണ്. വിമാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഡൂം, അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനെയാണ് വിമാനം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള കൊത്തുപണികളുണ്ട്. കുറച്ച് ഇരുട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ വളരെ ഭംഗിയുള്ള കൊത്തുപണികൾ. ഇത് കുറച്ച് ഡാർക്കാണ്, കാരണം ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവർ ഉള്ള സമുച്ചയത്തിൻ്റെ എവിടെയും കുത്തിപ്പൊളിച്ചിട്ട് ലൈറ്റിംഗ് ഒന്നും സാധാരണ കൊടുക്കാറില്ല. അതിൻ്റെ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കൊത്തുപണികൾ. ഇതിൻ്റെ കലാമൂല്യം അറിയാത്ത ആൾക്കാരാണ് അതെല്ലാം കുത്തിപ്പൊട്ടിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഇതിൻ്റെ മുന്നേ അജന്ത എല്ലോറയിൽ പോയപ്പോഴും എനിക്കിത് തോന്നിയിരുന്നു. കലാമൂല്യം തീരെ തോന്നാതെ ഇതിനെയെല്ലാം മതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് പൊളിച്ചു കളയുന്ന ഒരു രീതി, അത് ശരിയല്ല. എന്തായാലും ഇതൊരു പൈതൃകമായിട്ടുള്ള, ഇന്ത്യയുടെ പൈതൃകമായിട്ടുള്ളൊരു സ്വത്താണ്. നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളോ അല്ലാത്ത കാര്യങ്ങളൊക്കെ കൊത്തുപണിയുടെ ഭാഗമായിട്ടുണ്ടാകാം. അതിനെ കലയായിട്ട് കാണുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അത് കാണാതിരിക്കുക, അത്രയേ ഉള്ളൂ. നശിപ്പിച്ച് കളയുക എന്നുള്ളത്
ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. ഇത് എനിക്ക് കണ്ടുകൊണ്ട് ഇത്ര കാണാൻ പറ്റില്ല, കാരണം ഈ ക്യാമറയിലാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ ഇരുട്ടാണ്. കൊത്തുപണികളെല്ലാം നല്ല ഫിനിഷിംഗ് ഉള്ള കൊത്തുപണികളാണ്. കുറേ സ്ഥലങ്ങളിങ്ങനെ നോക്കി കാണാനുള്ളത് കൊണ്ട് ഇവിടെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കാഴ്ചയിൽ നിർത്തുകയാണ്. ഇത് ഏറ്റവും പഴമയേറിയ ഒരു ശിവക്ഷേത്രമാണെന്ന് പറയുന്നു. ഭംഗിയുള്ള കൊത്തുപണികൾ. ക്ഷേത്രത്തിൻ്റെ അകത്തെ കൊത്തുപണിയാണ്. ഇനി പുറത്തിറങ്ങി അതിനെക്കാട്ടിലും ഉണ്ട്. ഈ ക്യാമറയിലൂടെ എനിക്ക് തന്നെ കാണുന്നത്. എനിക്കിവിടെ സാധാരണഗതിയിൽ കാണാൻ പറ്റുന്നില്ല, അത്ര ഇരുട്ടാണ്. ഇവിടെ എല്ലാം വിഗ്രഹങ്ങൾ തച്ചടച്ചിട്ടുണ്ട്. ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിനെല്ലാം പുനർനിർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയ തോതിലുള്ള പുനർനിർമ്മാണങ്ങൾ. ഇവിടെ വീഡിയോ ഒക്കെ അലൗഡാണ്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ഇത് സഹായിക്കും. ഖജുരാവിനൊരു 3-4 പാർട്ടാക്കിയിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നു തോന്നുന്നുണ്ട്. അത്രയ്ക്കുണ്ട്. ഇതാണ് നമ്മുടെ ജഗദംബി ക്ഷേത്രം. ഇത് ആദ്യം വിഷ്ണുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നീട് അവിടെ പാർവതിയുടെ പ്രതിഷ്ഠയൊക്കെ ആയി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ല. ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആദ്യം നിർമ്മിച്ച ക്ഷേത്രത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതാത് രാജാക്കന്മാരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ മാറ്റം വരുത്തിയിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്തതാണ്. ഇവിടെ എല്ലാം കൊത്തുപണികളുണ്ട്. അതാത് കാലഘട്ടത്തിൽ ഇത് അവിടെ പാർവതിയുടെ ഇതാണ് ഇപ്പോഴുള്ളത്. പണ്ട് വിഷ്ണുവിൻ്റെ ആയിരുന്നു എന്ന് പറയുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ആധികാരികത കൊടുക്കേണ്ടത്. ഗൈഡുമാർ പലതും പറയും. നമുക്കിവിടെ നോക്കാം. ഇവിടെ ചതുർബാഹുവായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ കൊത്തിവെച്ചിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ശിവൻ്റെ ഒരു അംശമായിട്ടാണ് വന്നതാ. ഇവിടെ വന്നിട്ട് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ആണെന്ന് തോന്നുന്നത്. ശംഖം കാണുമ്പോൾ ശംഖചക്ര ഗതാഗതനായിട്ട് എല്ലാം പല തവണകളിലായിട്ട്. അതായത് ആദ്യത്തെ ക്ഷേത്രത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കൊത്തുപണിയില്ല. കാരണം റീകൺസ്ട്രക്ട് ചെയ്തപ്പോഴേ കിട്ടുന്ന കാര്യങ്ങളൊക്കെ, പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ മനോഹരമായിട്ട് തന്നെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാവിഷ്ണുവിൻ്റെ വേറെ ഭാവങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ശംഖമുണ്ടെങ്കിൽ അത് മഹാവിഷ്ണു ആണെന്ന് അനുമാനിക്കാം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോക്കുക. നമുക്കെല്ലാം മനസ്സിലാക്കുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷേ ഈ ഭാഗം വരുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഏകദേശം ഒരുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റനിങ് അറസ്റ്റർ അവർ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അതെല്ലാം ആധുനിക കൺസ്ട്രക്ഷൻസാണ്, ആധുനികമായിട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്.
ഫെൻസിങ്ങും എല്ലാം കുറച്ചും കൂടി നാച്ചുറൽ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ കാണാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് അവിടെ നിലവിലുള്ളത്. ധൈര്യമായിട്ട് എല്ലാവർക്കും വരാൻ. അവിടെ കുറച്ച് പൊളിഞ്ഞു പോയ ഭാഗത്ത് സിമെൻ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വരികയും ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. വലിയ തിരക്കും ഉണ്ടാവില്ല, എന്നാൽ നല്ല ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും ബോധവും കുട്ടികളിലും മറ്റും വളർത്താൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. രക്ഷിതാക്കൾ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാലും പോരാ. ഇത് ഞാൻ കുറേ സ്ഥലങ്ങളെ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവിടെയും നമുക്ക് തനതായിട്ടുള്ള ഒരു കയ്യൊപ്പുണ്ട്. ആ കയ്യൊപ്പുകൾ വേണ്ട വിധം പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയണം. അത് ഇനിയും എന്നാൽ നമ്മളെക്കാളും വിദേശികൾ ഇവിടെ അറിഞ്ഞു വരുന്നുണ്ട്. നമുക്കിവിടെ കണ്ടാൽ അറിയാൻ പറ്റും, കുറേ വിദേശികൾ വരുന്നുണ്ട്. അവർക്ക് നമ്മളെക്കാട്ടും ചരിത്രബോധമുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ ക്ഷേത്ര സമുച്ചയങ്ങൾ, അതായത് ക്ഷേത്രങ്ങളെന്ന് പറയാൻ പറ്റില്ല, മോണ്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇങ്ങനെ പുനഃസ്ഥാപിച്ചതിൻ്റെ പൂർണ്ണമായ ബഹുമതി നമ്മൾ നൽകേണ്ടത്, അതിൻ്റെ അംഗീകാരം കൊടുക്കേണ്ടത് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. അവരാണ് അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്തത്. കാരണം അതാണ് ഒരു ആർക്കിയോളജിക്കലായിട്ടുള്ള ഒരു ബോധം, ഒരു അവബോധം അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കണം. ഇന്ത്യയുടെ ഈ ഭാഗത്ത്, അതായത് തൊടുന്ന ഭാഗവും താഴത്തുമായിട്ട് ഒരു രൂപമുണ്ടായിരിക്കും. ഒരു നന്ദിയുടെ തഴുകി നിൽക്കുന്ന രൂപമായിരിക്കണം അത്. ആ രൂപം പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഇത് ആ വെച്ച ഭാഗങ്ങളിൽ ചെറിയ ചെരുവുകൾ കാണാം. കാരണം ഇത് തന്നെയാണ്. വിമാനം ഏകദേശം ഒരു പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷെ കൃത്യം പഴയ വിമാനമല്ല. വിമാനം പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ച്, എന്നാലും ഇത് റീകൺസ്ട്രക്ട് ചെയ്ത ആർക്കിടെക്റ്റിനെ സമ്മതിച്ചേ പറ്റും.